ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ കാളൻ കുറുക്കിയതാണ്. കാളൻ കുറുക്ക ചെയ്യുന്നത് ഇപ്പം ഇന്ന്. അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, രാത്രിത്തെ ഊണ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ച കായും അതുപോലെ ചേനയൊക്കെ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ചിരകി വയ്ക്കാം. അതായിക്കോട്ടെ ആദ്യത്തെ കാര്യം. പച്ചമുളക്, തേങ്ങ, അത് പിന്നെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ആദ്യം അരച്ചിട്ട് വെക്കുകയും ചെയ്യാണ്. നല്ല കുറുക്കി ഇങ്ങോട്ട് അരക്കുകയാണ്, നല്ല പേസ്റ്റ് പോലെ. അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം അതുകൊണ്ട് ചേർത്തിട്ടാണ്. അപ്പോൾ അതവിടെ അരച്ച് വെക്കണം. ഇതാ 2 പച്ചനേന്ത്രക്കായ, പിന്നെ ഒരു പാകം വലുപ്പത്തിലുള്ള ചേന. ഇതാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. നല്ല നാടൻ നേന്ത്രക്കായാണ്. നമുക്ക് തോല് ഉണ്ട്, ആ തോട് അത് അങ്ങനെ കീറി അത് പൊളിച്ചെടുക്കണം. പിന്നെ നമുക്ക് ചേന, ഈ 2 കഷ്ണം ഞങ്ങൾക്ക് പാകത്തിന് ഉള്ളത്. കാരണം നമുക്ക് എന്തായാലും ഞങ്ങൾ വൈകിട്ടാണ്, അപ്പോൾ പിന്നെ പിറ്റേ ദിവസത്തെ ഉച്ചയ്ക്കുള്ള ഊണിനും കൂടി എടുക്കാം. പിറ്റേ ദിവസത്തേക്കാണ് വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് വരിക, ആ തൈരും ഇതൊക്കെ ഇരുന്ന്. അപ്പോൾ ഇത് നമുക്കിത് ഇങ്ങനെ ഒന്ന് കീറിയെടുക്കാം, മുറിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നുറുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഒരു കറിക്കൊന്നും നുറുക്കുന്ന പോലെ അല്ലല്ലോ, കുറച്ച് വലുതാക്കിയിട്ടാണല്ലോ നുറുക്കുക കാളിന്. ഇത് ഇങ്ങനെ ഇതാ ഈ ഒരു രൂപത്തിൽ ഒന്നുണ്ട് ചരിച്ച് മുറിച്ചെടുക്കുക. അത്യാവശ്യം ഇതാ ഈ ഒരു കനം തന്നെ മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ അത് കഷ്ണമായിട്ട് നമ്മൾ പറ്റ ഉടയല്ലോ ചെയ്യുക, അതുപോലെ വലിയ കഷ്ണമായിട്ട് ഒന്ന് കിടക്കും ചെയ്യുക. അതിൻ്റെ ഇടയിൽ ആ ഒരു അങ്ങനെ തിക്കായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ നുറുക്കിയെടുക്കാം. അപ്പോൾ അത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ചേന ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട്, ചതുര കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഇടുന്നത്. ചേനതാ നമുക്ക് ഇതുപോലെ കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചതുര കഷ്ണം ആക്കിയിട്ട് അങ്ങനെ നുറുക്കാം. ഒക്കെ രണ്ടും ഇവിടെ നുറുക്കിയത്. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു നമ്മളെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ നമുക്ക് മഞ്ഞപ്പൊടി ഒരു പാകത്തിന്, പിന്നെ ഇത് ഇവിടെ തന്നെ പൊടിച്ചതാണ്, കുരുമുളക് പൊടി നല്ല പൊടിച്ചതാണ്, നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചെടുത്താണ്. അത് പാകം വെള്ളത്തിൽ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. നല്ലങ്ങോട്ട് പറ്റങ്ങോട്ട് വെന്തുടയില്ല, അതിന്റെ മുമ്പ് തന്നെ എടുത്തിട്ട് വേണം നമുക്ക് തൈരൊക്കെ ചേർക്കാൻ. പറ്റണ വെന്തുടയില്ല, അതിപ്പോൾ ഉള്ളത് നല്ലപോലെ ഒരു പാകത്തിന് വെന്ത് കണ്ടോ, കുറുകിയ ഒരു രൂപത്തന്നെ ആയി. കഷ്ണം കടിക്കും വേണല്ലോ. അപ്പൊ പിന്നെ തൈര് നല്ല കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട്, മിക്സിയിൽ ഒന്നിങ്ങോട്ട് കറക്കിയെടുത്താലും മതി. അപ്പൊ ആ തൈര് അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക്. അത് നല്ല ഇളക്കി ഇനി ഇത് നല്ല പോലെ വേവിച്ച് കുറുക്കാം. തൈരിൽ ഇങ്ങോട്ട് വെന്ത് കുറുകട്ടെ. ഉപ്പ് ലേശം ചേർത്ത് കൊടുക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല പോലെ തന്നെ കുറുകി ഇങ്ങനെ വന്നു. ഇനി നമുക്കിതാ അരച്ചു വെച്ചത്, നമ്മൾ പച്ചമുളക് വേണമെങ്കിൽ ആദ്യം കീറിയിടൊക്കെ ചെയ്യാം, പക്ഷെ ഇത് നമ്മൾ ഈ അരച്ചൽ തന്നെ ഉണ്ട്. അപ്പൊ എരിവൊക്കെ പാകമാണ്, എരിവ് പാകത്തിന് അരച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചാണ്. അപ്പൊ നല്ല പോലെ തന്നെ കുറുകി. പിന്നെ കഴിക്കാനൊക്കെ നേരാകുമ്പോഴേക്ക് നല്ല ഇരുന്നിട്ട് കട്ടയാവും. നമുക്ക് കറിവേപ്പില പച്ചക്കന്നെ ചേർത്ത് കൊടുക്കാം.
ലേശം ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്കതൊക്കെ ഇവിടെ റെഡിയായി. നമുക്ക് ഇനി വറുത്തിടണം. വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക്, പിന്നെ വറ്റൽമുളക്, പിന്നെ നമ്മൾ ഉലുവ അതും ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം കരിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പൊ പാകത്തിനായി. അപ്പൊ ഇതാണ് നമ്മൾ ഇതിലേക്ക് വഴറ്റി ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ പണി. നല്ല നാടൻ ഒരു കറി തന്നെ, അതായത് നമ്മള് കാളൻ കുറുക്കിയത്, അതിവിടെ റെഡിയായി. അപ്പൊ ഏതായാലും ഊണ് കഴിക്കുകയായി. നമ്മള് രാത്രി ഭക്ഷണമാണ്. ഇപ്പൊ രാത്രിക്കാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാക്കിയത്. അപ്പൊ രാത്രി എടുക്കും. പിന്നെ അതിന്റെ ബാക്കിയുള്ളത് പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സുഖമായിട്ട് നല്ല നമ്മൾക്ക് നല്ല നന്നാവും. കണ്ടോ, ഇത് നല്ല കട്ടയായി. ഇപ്പൊ നമുക്ക് നല്ല പോലെ കട്ടയായി. ഇന്നിപ്പോ പപ്പടം കാച്ചിയത്, പിന്നെ ഈത്തപ്പഴത്തിന്റെ അച്ചാറ്, അതാണ് ഇപ്പൊ ഇന്ന് രാത്രി. നിങ്ങൾക്ക് ആളുണ്ടെങ്കിൽ പിന്നെ അതിന് മതിയല്ലോ. നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ. 7 മണിക്കാണ് ഞങ്ങളെ രാത്രി ഭക്ഷണം. ഇപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ കാളാനുള്ളതുകൊണ്ട് പിന്നെ വേറെ കറിയൊന്നും വേണ്ടല്ലോ. കാള എങ്ങോട്ട് നോക്കട്ടെ. അല്ല, നല്ല നന്നായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.